വിവരാവകാശ രേഖകൾ നൽകാൻ കഴിയില്ലെന്ന് PSCയുടെ മറുപടി. PSC പരീക്ഷകൾക്കെതിരെ നിരവധി പരാതികൾ ഉയരുന്ന പശ്ചാത്തലത്തിലാണ് ഉദ്യോഗാർത്ഥികളുടെ വിവിധ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ സാധിക്കില്ല എന്ന കമ്മീഷന്റെ നിലപാട്. PSCയും വിവരാവകാശ പരിധിയിൽ വരുമെന്നുള്ള ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നും PSC അറിയിക്കുന്നു. വിവരങ്ങളുമായി KB ശ്യാമപ്രസാദ് തലസ്ഥാനത്ത് നിന്ന് ചേരുകയാണ്. ശ്യാമ, PSCയുടെ പല ഇടപാടുകളും പല പരീക്ഷാ ക്രമക്കേടുകളെ കുറിച്ചും വലിയ രീതിയിലുള്ള പരാതികൾ അന്വേഷണങ്ങൾ നടക്കുന്ന ഘട്ടമാണ്. ഇതിനിടെയാണ് ഇത്തരം ഒരു വിചിത്രമായ മറുപടി എത്തുന്നത്. എങ്ങനെയാണ് വിവരങ്ങൾ, എന്തൊക്കെയാണ് അനുബന്ധ വിശദാംശം? രാഗി, നാഴികയ്ക്ക് 40 വട്ടം വിശ്വാസ്യതയും സുതാര്യതയും പറയുന്ന PSC ഇപ്പോൾ മലക്കം മറിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ ഒളിച്ചുകളിയാണ് ഇക്കാര്യത്തിൽ തുടരുന്നത്. അതായത് PSC നിയമനത്തട്ടിലെ സമീപകാലത്തുണ്ടായ ഈ ആസൂത്രണ ബോർഡ് PSC തട്ടിപ്പിൽ ഇത്തരത്തിൽ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് PSC സ്വാഗതം ചെയ്തുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വാർത്താക്കുറിപ്പുകളെല്ലാം തന്നെ ഇറക്കിയിരുന്നു. ആ വാർത്താക്കുറിപ്പിന് പിന്നാലെ ആഭ്യന്തര വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുന്നു. ആഭ്യന്തര വിജിലൻസ് അന്വേഷണത്തിനൊപ്പം തന്നെ സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണത്തെ കൂടി സ്വാഗതം ചെയ്യുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ PSCയുടെ മറ്റൊരു ഒളിച്ചുകളി ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. അതായത് ഈ അന്വേഷണങ്ങളെല്ലാം തുടരുന്ന ഘട്ടത്തിൽ തന്നെയാണ് വിവരാവകാശ കമ്മീഷൻ ഈ ഉദ്യോഗാർത്ഥികൾക്ക് ഈ ആസൂത്രണ ബോർഡ് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറണമെന്ന് വിവരാവകാശ കമ്മീഷൻ ഒരു ഉത്തരവ് PSCക്ക് നൽകിയത്. എന്നാൽ ആദ്യഘട്ടത്തിലെല്ലാം തന്നെ PSC ഈ ഒരു ഉത്തരവിനെ സ്വാഗതം ചെയ്ത PSC ഇപ്പോൾ മലക്കം മറിഞ്ഞിരിക്കുകയാണ്. അതായത് ഈ രേഖകൾ നൽകാനാവില്ല എന്ന് തന്നെയാണ് PSC ഇപ്പോൾ അറിയിച്ചിരിക്കുകയും ചെയ്യുന്നത്. ആസൂത്രണ ബോർഡിൽ എന്തൊക്കെയോ മറയ്ക്കാൻ PSCക്ക് ഉണ്ടെന്നതിൻ്റെ യഥാർത്ഥ വസ്തുത കൂടിയാൻ തന്നെയാണ് ഈ രേഖകൾ നൽകാനാകില്ലെന്നുള്ള ഈ മറുപടിയിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഉദ്യോഗാർത്ഥികൾക്ക് ആദ്യഘട്ടത്തിൽ സ്വാഗതം, ഈ രേഖകൾ എല്ലാം നൽകാമെന്ന് സ്വാഗതമേൽക്കുകയും പിന്നീട് ഇതിൽ മലക്കം പറയുമ്പോഴേക്കും PSCക്ക് എന്തായാലും ഇക്കാര്യത്തിൽ ഒരു ഒളിച്ചുകളി അല്ലെങ്കിൽ എന്തെങ്കിലും മറച്ചു വെക്കാനുണ്ടെന്നുള്ളത് തന്നെ ഇതിൽ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പ്രധാനമായും ആസൂത്രണ ബോർഡിലെ ചീഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻസ്പെക്ടറേറ്റ് തസ്തികയിലടക്കം CPM നേതാക്കളെ തിരികെ കയറ്റാനുള്ള നിയമനമാണ് നടന്നെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നതാണ്. ഈ ഒരു സാഹചര്യത്തിലും ഇത്തരത്തിൽ PSC വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് പോലും തള്ളിക്കൊണ്ടുള്ള ഈ ഒരു PSCയുടെ നിലപാടിനെ വലിയ സംശയത്തോടു കൂടി തന്നെയാണ് നോക്കിക്കാണേണ്ടത്. എന്തായാലും ഈ PSCയുടെ ഇത്തരത്തിൽ PSC ഈ ഒരു നിലപാടെടുത്തതിന് പുറമെ ഈ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനുള്ള ഒരുക്കത്തിലേക്കും കടക്കാനൊരുങ്ങുകയാണ് ഇപ്പോൾ PSC. എന്തായാലും ഒളിച്ചുകളി ഇങ്ങനെ തുടരുകയാണ് PSC എന്നുള്ളത് തന്നെയാണ് ആകെ മൊത്തത്തിൽ പറയാനുള്ളത്. ശ്യാമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.